ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ PSC പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSFE KSEB. അപ്പോൾ KSRTC ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡേറ്റ് കഴിഞ്ഞു, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. 2 ഘട്ടം, അതായത് 2 വിജ്ഞാപനങ്ങളായിട്ട് ഇറക്കുമെന്നാണ് PSC അറിയിച്ചിരുന്നത്. അതുപോലെ രണ്ടാമത്തെ വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSFE KSEB കൂടാതെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് വൈഡ് ആണ്. അതുപോലെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നു മുതൽ മാർച്ച് മാസം 30-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നോട്ടിഫിക്കേഷൻസ് ആണ്. ആദ്യമായിട്ട് സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ് വേദാന്ത, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ് ന്യായ, സയന്റിഫിക് അസിസ്റ്റന്റ് ബയോകെമിസ്ട്രി, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അടുത്ത ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് കം ഡ്രോയിങ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ജനറൽ മാനേജർ, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്, കോൾക്കാർ, ജൂനിയർ സൂപ്പർവൈസർ ക്യാൻറ്റീൻ, ടെക്നീഷ്യൻ ഗ്രേഡ് 2 റെഫ്രിജറേഷൻ മെക്കാനിക്, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ, ഡ്രൈവർ ഗ്രേഡ് 2, ഡ്രൈവർ ഗ്രേഡ് 2 ഫിഷർമെൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമെൻ, ഫാക്ടറി മാനേജർ, ടൈപ്പിസ്റ്റ്, PS2 മാനേജിംഗ് ഡയറക്ടർ, ഡ്രൈവർ, ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക്. ഇത് KSFE KSEB KMML കെൽട്രോൺ ഇവിടെയൊക്കെയാണ് വിവിധ കമ്പനി ബോർഡിൽ ജൂനിയർ അസിസ്റ്റന്റ്. അപ്പോൾ ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ മാർച്ച് മാസം 30 ആണ്. ഇനി ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ്. 13 ജില്ലകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഡിസ്ട്രിക്ട് വൈഡ് ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഒരുപാട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഫെബ്രുവരി 19th ഒരു 90 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സും അതുപോലെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ എടുക്കാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി 24th ഒരു 150 day ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KS എക്സാം പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഒരു 180 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. SCRT മാത്രം ഫോക്കസ് ചെയ്ത ബാച്ച് കോഴ്സ് ഉണ്ട്. അതുപോലെ ബെൽകോ LD, CEO CPO ഡിഫറെന്റ് ബാച്ച് കോഴ്സ്, HSA എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. NCA കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ കയറി അപ്ലൈ ചെയ്യുക. അവസാന നിമിഷം കൊണ്ട് വെക്കാതെ, സൈറ്റൊക്കെ ഹാങ് ആവും. അതുപോലെ കൺഫർമേഷൻ കൊടുക്കാനുള്ള 10th ലെവൽ പ്രിലിംസിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും വന്നിട്ടുണ്ട്. മാർച്ച് മാസം 11 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. അതും എല്ലാവരും കൊടുക്കുക. ഓക്കെ, ഒന്നും ഒഴിവാക്കി വിടരുത്. അതുപോലെ ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.